ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു വീഡിയോ എന്ന് വെച്ചാൽ അത്രയും സൂപ്പറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കടക്കം മുഖം നമ്മൾ ഈ ഒരു വേനൽക്കാലം കഴിഞ്ഞപ്പോൾ വർഷക്കാലം തുടങ്ങിയാലും മുഖത്തുള്ള കരുവാളിപ്പുണ്ടല്ലോ, നമ്മളൊന്ന് പുറത്തിറങ്ങി വരുമ്പോഴേക്കും നമ്മുടെ മുഖം കരുവാളിക്കും. അത് ഒരു 3-4 വട്ടം നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ഒരു കറുപ്പ് നമ്മുടെ മുഖത്തൊന്നും കയ്യുമെന്നൊന്നും പോണില്ല. ഞാൻ കൈ അധികം ഇതിന് വേണ്ടി അധികം യൂസ് ചെയ്യാറില്ല, പക്ഷേ എൻ്റെ മുഖത്തെ കരുവാളിപ്പ് ഞാൻ മാറ്റിയെടുക്കാറുണ്ട്. അത് എന്ത് പാക്കിട്ടിട്ടും മുഖത്ത് ആ ഒരു സൺ ടാൻ മാറാത്ത ആളുകളുണ്ട്. എത്ര ചെയ്താലും പിന്നെയും സൺ ടാൻ അവിടെ നിൽക്കും. അത് വീണ്ടും അത് പാക്കിട്ട് കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ആ കളർ അവിടെ തന്നെ. റിസൾട്ട് കിട്ടാറില്ല എന്ന് പല ആളുകളും പറയാറുണ്ട്. അപ്പോൾ അതിന് നല്ല റിസൾട്ട് ഉള്ളതാണ് കേട്ടോ. കാരണം ഞാനത് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ്. എൻ്റെ അവിടെ ഇവിടെയൊക്കെ വേറെ കളറായിരുന്നു, അതൊക്കെ കുറഞ്ഞ് വന്നു. നല്ലൊരു പോളിഷ് ചെയ്ത പോലെ. അതായത് മുഖത്ത് നമുക്ക് വേണ്ടത് കുറേ നിറമല്ല നമുക്ക് വേണ്ടത്, ഉള്ളത് നല്ല തിളങ്ങുന്ന സ്കിന്നാവുക അല്ലേ. നമുക്കൊരു ചെറിയൊരു പൗഡർ ഇട്ട് ഒന്ന് കണ്ണെഴുതി പൊട്ട് തൊട്ടാൽ തന്നെ മുഖം നല്ല ഭംഗിയായിട്ടിരിക്കുക. അതാണ് വേണ്ടത്. ഒരുപാട് മേക്കപ്പ് ചെയ്തിട്ടല്ല നമ്മുടെ മുഖം ഭംഗി വേണ്ടത്. നമ്മൾ ചെറിയ സിമ്പിൾ മേക്കപ്പ് ചെയ്താൽ പോലും മുഖത്തെ ആ സ്കിന്ന് നല്ല ഭംഗിയായിട്ടിരിക്കണം വെച്ചെങ്കിൽ നമ്മുടെ അനാവശ്യമായിട്ടുള്ള കരുവാളിപ്പ്, പിന്നെ കുത്തുകുത്തില്ലേ മുഖത്തിൻ്റെ ഈ ഭാഗത്തെ കുത്ത് പാട്, ഇതൊക്കെ നമുക്കൊരു 30 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വന്നു തുടങ്ങും. അപ്പോൾ അതൊക്കെ കുറച്ച് കൂടുതൽ വെയിൽ കൊള്ളുമ്പോഴാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അത് അപ്പം നമ്മൾ കളയുക നല്ലത്. അതായത് നമ്മളിങ്ങനെ ആഴ്ചയിൽ 1-2 വട്ടം ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നത് പോവുകയും ചെയ്യും. പുതിയത് വരുമ്പോൾ നമ്മളിതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് വരാതിരിക്കും. പിന്നെ നമുക്ക് ഭാവിയിൽ ഈ കുത്തുകുത്തൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ വരുന്ന കുത്തുകുത്ത് ഭാവിയിൽ കരിമങ്കല്ലി ആവുക ചെയ്യുക സാധാരണ. അതങ്ങനെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിലുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാണ്ടല്ലോ സൂപ്പർ റിസൾട്ടാണ്. ഞാനിങ്ങനെ പറഞ്ഞ് സമയം കളയണില്ല. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വലിയ ടീസ്പൂണായിട്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കി ചെയ്തിട്ടാ കണ്ട. ഇത് 4-5 വട്ടം ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുക. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാത്. അപ്പോൾ ഇതിലേക്ക് 3 ഐറ്റംസാണ് കാര്യമായിട്ട് വേണ്ടത്. ഒന്ന് ഗോതമ്പ് പൊടി. ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ ഗോതമ്പ് പൊടി എടുത്തോട്ട്. അത് ഒരു വട്ടത്തിനല്ല, ഒരു 5-8 വട്ടം നമുക്ക് ഉപയോഗിക്കാം. 2 ടീസ്പൂൺ ഗോതമ്പ് പൊടിയും 2 ടീസ്പൂൺ റാഗി പൗഡറും, ഇത് രണ്ടും കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് തരിയൊന്നുമില്ലാണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു പാനിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തു. അത് അങ്ങനെ കുറുക്കിയെടുക്കുമ്പോഴാണ് റിസൾട്ട് കിട്ടുന്നത്. അങ്ങനെ കുറുക്കിയെടുത്ത് വെച്ചതാണ് ഇത്. ഇതൊരു 4 വട്ടം ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളതാണ്. ഇതിൽ നിന്ന് 1 ടീസ്പൂൺ ഇത്ര നമ്മൾ എടുക്കുക കേട്ടോ. ഇത്ര എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇപ്പം ഇതേപോലെ അല്ലെങ്കിൽ ഇത് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഇതുപോലത്തെ ഒരു പാത്രത്തിൽ നമ്മളിത് ഇടുക. ഈ ഒരു ടീസ്പൂണ് ചേർക്കുക കേട്ടോ. ഇത് ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ് എടുക്കേണ്ടത്. ഇത് കാണില്ല നിങ്ങൾക്ക്, ഇപ്പോൾ പുതിയത് മേടിച്ചതാണിത്. ഇരട്ടി മധുരമാണ്. ഇതൊരു പാത്രത്തിലാക്കി വെക്കണം. ഇന്നലെ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് 1 ടീസ്പൂൺ ചെറിയ ടീസ്പൂണ് ഇരട്ടി മധുരത്തിൻ്റെ പൊടി, ഈ രണ്ടും കൂടി മിക്സ് ചെയ്ത് കുറുക്കി എടുത്തിട്ടുള്ള ഈ ഒരു ടീസ്പൂണിലേക്ക് 1 ചെറിയ ടീസ്പൂൺ ഇരട്ടി മധുരം ചേർക്കട്ടെ. ഇരട്ടി മധുരം നല്ല ഈ കറുത്ത പാടും കുത്തൊക്കെ പോകാനായിട്ട് ഏറ്റവും നല്ലതാണ്. കരിമംഗല്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് ഇരട്ടി മധുരം. പക്ഷെ അത് തന്നെയായിട്ട് യൂസ് ചെയ്യരുത്. ഈ ഒരു കുറുക്ക് പോലെയുള്ളതിലേക്ക് അതൊരു ടീസ്പൂൺ ഇട്ടിട്ട് അത് അപ്പോൾ കുറച്ചും കൂടി കട്ടിയാവും. പിന്നെ അത് കുറച്ച് പാകത്തിന് ലൂസാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിന് കുറച്ച് ഗ്ലോ വരാനും കുറച്ച് ഈ കറുത്ത പാടുകൾ പോകാൻ സഹായിക്കാനുമായിട്ട് ഒരു 4-5 തുള്ളി ചെറുനാരങ്ങ നീര് ചേർക്കാം കേട്ടോ. ചെറുനാരങ്ങ നീര് 4-5 തുള്ളി ചേർക്കണം. പിന്നെ 1/2 ടീസ്പൂൺ തേൻ ചേർക്കുക. ഇനി തേനില്ലെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ അങ്ങനെ തക്കാളി നീര് ചേർക്കുക. ഞാൻ എന്താ ചെയ്യുക, രണ്ടും ചേർക്കും. അതായത് ഒരു ദിവസം തക്കാളി നീരാണെങ്കിൽ ഒരു ദിവസം തേൻ, അങ്ങനെയാണ് ചെയ്യുക. അതങ്ങനെ നിങ്ങളും ചെയ്തോളൂ. അല്ലെങ്കിൽ ഏതാ ഉള്ളത് അത് ചേർക്കുക. എന്തായാലും തക്കാളി നീരോ തേനോ എന്തായാലും വേണം കേട്ടോ. എന്നിട്ട് വേണം, അല്ലാണ്ട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കരുത്. അപ്പോൾ ഈ 3ഉം കൂടിയിട്ടുള്ള പൊടിയിൽ കുറുക്ക് നല്ല കട്ടിയായിട്ടുണ്ടാവും. അതിലേക്ക് ചെറുനാരങ്ങ നീരും തേന് അല്ലാച്ചെങ്കിൽ തക്കാളി നീര് ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ല പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കുക. അത് നമ്മുടെ മുഖം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അതിന് മുൻപ് ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ, അതല്ലെങ്കിൽ കുറച്ച് ഒരു 4-5 തുള്ളി മതി കോക്കനട്ട് ഓയിൽ, അതല്ലെങ്കിൽ ബദാം ഓയിൽ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന തലയിലൊക്കെ അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എന്ത് ഓയിലായാലും നമ്മളൊന്ന് കുറച്ച് കുറച്ച് കയ്യിലേക്ക് എടുക്കുക. മുഖം ഒന്ന് കഴുകി ഉണ്ടാവണം. എന്നിട്ട് കയ്യിലെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് മുഖം ഒരു 3 മിനിറ്റ് നേരം നിങ്ങളൊന്ന് മസാജ് ചെയ്യുക. അതെന്താ വെച്ചാൽ നമ്മുടെ സ്കിന്നൊന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ്. അതല്ല വെച്ചാൽ ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ടുള്ള സ്കിന്ന് അല്ലെങ്കിൽ ഉണങ്ങിയ പോലെ ഇരിക്കുന്ന സ്കിന്നിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു പാക്ക് ഇടുമ്പോൾ ശരിക്കും അത് പിടിക്കില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. എപ്പോഴും മുകളിലേക്ക് മസാജ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഒന്ന് കാട്ടി മസാജ് ചെയ്ത് ഈ സ്കിന്നിനൊന്ന് ഉണർത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പാക്ക്
നന്നായിട്ട് കട്ടിയിലിട്ട് കൊടുക്കുക കേട്ടോ. ഒരു പ്രാവശ്യം ഇട്ട് രണ്ടാമതൊരു വട്ടം കൂടി ഇട്ട് അങ്ങനെ ഇട്ട് നല്ല കട്ടിയിലിട്ടിട്ട് കഴുത്തിലിട്ടണമെങ്കിൽ കഴുത്തിൽ ഇട്ടോളൂ കേട്ടോ. കഴുത്തിൻ്റെ കളർ അല്ലെങ്കിൽ വേറെയാവും. ഞാൻ കുളിക്കുന്നതിനൊക്കെ മുൻപ് ഇടുക, അപ്പോൾ കഴുത്തിലിടും. എന്നിട്ട് അവിടെ നന്നായിട്ടൊന്ന് പതുക്കൊന്ന് ഇങ്ങനെ റൗണ്ടിന് മസാജ് ചെയ്തിട്ട് വെറുതെ വിടുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരു 20-25 മിനിറ്റ് നേരെ അവിടെ ഇരുന്നോട്ടെ, ഒന്നും ചെയ്യണ്ട. അത് കഴിഞ്ഞിട്ട് 20-25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ കയ്യെ വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ട് ഒരു 3 മിനിറ്റ് വീണ്ടും മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഈ മുഖത്ത് പിടിച്ചിട്ടുള്ളത് നന്നായിട്ട് ഈ ഒരു പാടുകളുണ്ടാവും ഇവിടെയൊക്കെ, ഈ കരിവാളിപ്പുമ്പിലൊക്കെ നന്നായിട്ട് മസാജ്. എവിടെയാണ് കൂടുതൽ കരിവാളിപ്പ്? മൂക്കിൻ്റെ ഇവിടെ ഈ നെറ്റീരെ ഇവിടെയൊക്കെ നമുക്ക് കരിവാളിപ്പ് ഉണ്ടായിരിക്കും. അവിടെയൊക്കെ നല്ലപോലെ ഒന്ന് റൗണ്ടനെ മസാജ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ മുകളിലേക്കും റൗണ്ടനെ മസാജ് ചെയ്യുക. ഒരു 3 മിനിറ്റ് മസാജ് ചെയ്യുക. വെള്ളത്തിൽ കൈ മുക്കിയിട്ട് മസാജ് ചെയ്യുമ്പോൾ കൈ നന്നായി ഓടി ഇങ്ങനെ ഇതാവും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പെട്ടെന്ന് കഴുകി കളയാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഇത്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ടീസ്പൂണിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ട് ഈ ഒരു പാക്ക് ഇങ്ങനെ വടിച്ചെടുക്കുക. വടിച്ച് മുകളിലുള്ളതും ഒക്കെ നമ്മളിങ്ങനെ വടിച്ചത് ഇവിടെ നിന്ന് ഇങ്ങനെ വടിച്ചെടുത്തിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി അത്. ബാക്കിയുള്ളത് മുഖത്ത് എന്തായാലും നമുക്ക് കഴുകണം. മുഖം പച്ചവെള്ളം കൊണ്ട് കഴുകരുത്, ലൈറ്റ് ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് മുഖം കഴുകുക. അപ്പോഴേ റിസൾട്ട് ശരിക്കും ഉണ്ടാവുള്ളൂ കേട്ടോ. പച്ചവെള്ളം കൊണ്ട് കഴുകരുത്, ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് മുഖം നന്നായിട്ട് കഴുകിയെടുക്കുക. സോപ്പൊന്നും ഉപയോഗിക്കരുത്. കഴുകിയതിന് ശേഷം മുഖം നന്നായിട്ട് ഒരു നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് ഇങ്ങനെ ഒപ്പിയെടുക്കാനേ പാടുള്ളൂ. വെള്ളം ഇങ്ങനെ തുടച്ചെടുക്കരുത്, നന്നായിട്ട് ഒപ്പിയെടുത്തതിന് ശേഷം മുഖം നല്ല ഫ്രീ ആയിട്ട് മുടിയൊക്കെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് മുഖത്തും കഴുത്തിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ അപ്പം തന്നെ ഇടണം. അല്ലെങ്കിൽ മുഖം ഡ്രൈ ആവും. മുഖം നന്നായിട്ട് ഈ നമ്മുടെ തേൻ ചേർക്കണത് ഡ്രൈ ആവാതിരിക്കാനാണ്. പക്ഷേ എന്ത് പാക്ക് നമ്മൾ ചെയ്തിട്ട് മുഖം കഴുകിയാലും ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കും. പലരും അത് കഴിഞ്ഞാൽ അങ്ങനെ വെറുതെ ഇടും. അത് പാടില്ല. അതിൻ്റെ മീതെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഒറ്റ മോയ്സ്ചറൈസർ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട, കുറച്ച് കോക്കനട്ട് ഓയിൽ, 2 തുള്ളി കോക്കനട്ട് ഓയിൽ ഇങ്ങനെ കയ്യിലാക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്താൽ മതി. അപ്പോഴും നമ്മുടെ സ്കിന്ന് ഇങ്ങനെ ഡ്രൈ ആവില്ല. പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും കുളിക്കുമ്പോൾ അല്ലെങ്കിൽ കുറേ കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. പിന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് ഒന്നുകിൽ നല്ല മോയ്സ്ചറൈസർ വാങ്ങി വെക്കുക. എന്നിട്ട് പോൺസൊക്കെ സാധാരണക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയത് പോൺസ് കേട്ടോ. പോൺസിൻ്റെ മോയ്സ്ചറൈസർ മേടിച്ച് വെച്ചാലും മതി. ഞാനൊക്കെ അത് കണ്ടിന്യൂസ് അതാണ് അധികം യൂസ് ചെയ്യുക. അതുകൊണ്ട് മുഖത്തും കഴുത്തിലും ഒന്ന് അപ്ലൈ ചെയ്യുക. അതില്ലെങ്കിൽ നമ്മുടെ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെക്കുക. 2 തുല്യ അളവ് മിക്സ് ചെയ്തിട്ട് പാത്രത്തിലാക്കി വെച്ചാൽ അത് മുഖത്ത് മോയ്സ്ചറൈസറിന് പകരം നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതില്ലെങ്കിലാണ് നിങ്ങൾ ഒന്നുകിൽ അലോവേര ജെല്ലും വെളിച്ചെണ്ണയും കൂടി കൂട്ടി കലർത്തി വെച്ചാൽ മതി. അത് നമ്മുടെ മുഖത്തൊക്കെ നന്നായിട്ട് പിടിക്കും. സ്കിന്ന് ഡ്രൈ ആവില്ല. സ്കിന്ന് നല്ല നിറം വയ്ക്കാനും ഒക്കെ ഈ അലോവേര ജെല്ലും ഒന്നുകിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കുറച്ച് പൊട്ടിച്ചൊഴിക്കുക ഒരെണ്ണം, അതല്ലെങ്കിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കുറച്ച് ഒരു 5-6 തുള്ളി ഒഴിച്ചിട്ട് ഈ അലോവേര ജെല്ലും കൂടി കൂട്ടി മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചാൽ നമുക്ക് സുഖമായിട്ട് മുഖത്തും കയ്യുമ്പിലൊക്കെ അപ്ലൈ ചെയ്യാം. സൂപ്പർ മോയ്സ്ചറൈസർ ഉണ്ടത്. എന്തായാലും ഈ ഒരു പാക്ക് കഴിഞ്ഞാൽ ഈ മോയ്സ്ചറൈസർ നിങ്ങൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് വിടുക. ഇത് നിങ്ങൾ ഇപ്പം നല്ലപോലെ കറുപ്പുണ്ട് നിങ്ങളുടെ മുഖത്ത്, പോണില്ല, മുന്നുണ്ടാവാത്തത് ഇങ്ങനെ വെയിൽ കൊണ്ട് വന്നതാണ് അല്ലെങ്കിൽ പ്രായം കൊണ്ട് വന്നതാണ് വെച്ചെങ്കിൽ നിങ്ങൾ ഒരു ആഴ്ച അടുപ്പിച്ച് ഈ പാക്ക് കിട്ടും. നല്ല റിസൾട്ടാണ്. കാരണം മുഖത്തൊരു നമ്മളൊരു എന്താ പറയുക, നമ്മളൊരു പാർലറിൽ പോയാൽ പോലും നമുക്ക് ഇത്ര റിസൾട്ട് കിട്ടില്ല. അത്ര റിസൾട്ടാണത്. നല്ല മുഖത്ത് ഈ സ്ക്രബൊന്നും ഇട്ടിട്ട് ഉരയ്ക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെ വെച്ചാൽ നമ്മുടെ നല്ല സ്കിന്നിന് കോറിൽ വരും, നമുക്കറിയില്ല. പക്ഷേ സ്കിൻ മങ്ങുക ചെയ്യുക. അത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ സ്ക്രബ് ഇടാം. പക്ഷേ അതെപ്പോഴും നല്ല ചെറിയ തരിയുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ റവയൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട്. ഇതിൽ സ്ക്രബായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടും മുഖം. പിന്നെ ഇത് ഒരു വട്ടം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ്. ഈ റിസൾട്ട് ഒറ്റ വട്ടം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ അടിയിൽ കമൻറ്റിൽ ഇട്ടോ. നിങ്ങൾക്ക് പറയാൻ തോന്നും, റിസൾട്ട് ഉണ്ടായിരിക്കും, 100% ഉറപ്പാണ്. പിന്നെ തന്നെയല്ല, നമ്മുടെ മുഖം നിറം വെക്കാനായിട്ട് വേറെ ഇത് ചെയ്യണവർക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിറം വെച്ച് വരും. എത്ര ഏജിലും നമ്മുടെ സ്കിന്നിന് പോളിഷ് ചെയ്ത പോലെയാവും ചെയ്യും. നല്ല കളറ് വരും. പിന്നെ പാടുകളൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ടുള്ള മുഖമായിരിക്കും. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. കാരണം നമ്മുടെ ഏജ് നമ്മൾ പറഞ്ഞാലേ മറ്റുള്ളവർ അറിയുള്ളൂ. നമ്മുടെ സ്കിന്നിൻ്റെ ഏജ് കേട്ടോ. സ്കിന്നിൻ്റെ ഏജ് നമ്മൾ പറയണം. അതായത് നമുക്ക് ഇത്ര വയസ്സായി എന്ന് പറയണം. അത്രയും ഗുണമാണിത്. ഇത് ഞാൻ വല്ലപ്പോഴൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് പലതും ചെയ്തിട്ടും ഇതിൻ്റെ അത്ര റിസൾട്ട് ഒന്നിനും അങ്ങനെ കിട്ടിയിട്ടില്ല. ഇത് അത്രയും നല്ല റിസൾട്ട് ഉള്ളതാണ്.
പിന്നെ ഇത് നിങ്ങൾക്ക് നല്ല ഉപകാരപ്രദമാവട്ടെ വെച്ചിട്ടാട്ടോ ഞാൻ ഈ പറഞ്ഞങ്ങനെ ഇരിക്കുന്നത്. അത്രയും നിങ്ങൾ വിശ്വസിച്ചോളൂ, 100% വിശ്വസിച്ചോളൂ, നല്ല റിസൾട്ടാണ്. പിന്നെ കഴുത്തിൽ നമ്മൾ എന്തായാലും അപ്ലൈ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ കഴുത്ത് വേറെ കളറായിരിക്കും. കാരണം ഇതിന് നന്നായിട്ട് സ്കിൻ വൈറ്റനിങ് പവർ കൂടുതലുള്ള പാക്കാണ്. അപ്പോൾ കഴുത്ത് ഒരു കളറും മുഖം ഒരു കളറായിരിക്കും. കണ്ട മുഖത്ത് തേച്ചിട്ട് കയ്യുമ്മ ഉപയോഗിക്കാണ്ട് കൈ കറുത്തിട്ട് കണ്ട കയ്യുമ്മ ഞാൻ അത് മടിയാണ്, കയ്യുമ്മ അങ്ങനെ അപ്ലൈ ചെയ്യാൻ ഭയങ്കര മടി. ഇനി കയ്യും കൂടി നന്നായി ശ്രദ്ധിക്കണം. ഞാൻ കയ്യിൻ്റെ ഒരു വീഡിയോ ഇടാൻ പോലും എനിക്ക് പേടിയാണ്. കാരണം ഞാൻ കൈ മസാജ് ചെയ്ത് ചുളിവുകളില്ലാതിരിക്കാനൊക്കെ ശ്രമിക്കും, പക്ഷെ നിറം വെക്കാനായിട്ട് കയ്യിൻ്റെ അധികം ഞാൻ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. എനിക്കത് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് കുറച്ച് ലൈക്ക് കിട്ടണം. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്തോളൂ. ഇഷ്ടപ്പെട്ടാൽ തന്നെ ലൈക്ക് ചെയ്യാർക്കും തോന്നുള്ളൂ, പക്ഷെ ചിലർ മറക്കും. അതുകൊണ്ടാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴല്ലേ നല്ല വീഡിയോസൊക്കെ ഇടാൻ തോന്നുള്ളൂ. നിങ്ങളുടെയൊക്കെ ഒരു അനുഗ്രഹം എനിക്ക് ഉണ്ടാവണം. അപ്പോൾ അതാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് അതൊന്ന് ചാനലൊന്ന് നന്നായി കയറിപ്പോകണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഞാൻ വീഡിയോസൊക്കെ ഞാൻ ഇടാം. മുടിയുടെയൊക്കെ നല്ല, ഇപ്പോൾ ഇന്ന് തന്നെ ഞാനൊരു മുടിയുടെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അത്രയും നല്ല ഒരു എല്ലാ ദിവസവും നമ്മൾ കെയർ ചെയ്യേണ്ടത് എങ്ങനെയാണ് മുടിയുടെ എന്ന് ചോദിക്കാറുണ്ട് എന്നോട് പലരും. അതിൻ്റെ ഒരു വീഡിയോ ഇന്ന് തന്നെ ഞാൻ ഇടാം. അപ്പോൾ അത് സൺഡേ അല്ലേ, എല്ലാവർക്കും കാണാം. പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾ ഇടാതിരിക്കരുത്, അടി കിട്ടും. നിങ്ങളെല്ലാവരും ഇടണം. പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡിന് ഇട്ട് കൊടുക്കണം. കുട്ടികൾക്ക് ഇതൊക്കെ നല്ലതാണ്. കുട്ടികൾക്ക് 20 വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് മുഖക്കുരു വരാതിരിക്കാനും കറുത്ത പാട് അപ്പം പോകാനൊക്കെ വെറുതെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് പൈസയൊന്നും കളയണ്ട, ഓയിൽമെൻ്റ് ഒന്നും മുഖത്ത് തേക്കേണ്ട, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഓക്കെ, ബൈ, താങ്ക് യു.